ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ബെറ്റർ ആയിട്ടാണ് ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളും ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകൾ ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു. അതേസമയം നാസ്ഡാക്ക് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഒപ്പം S&P 500 വിക്സ് 16.76 താന്നിരുന്നു. ഇത് തീർച്ചയായിട്ടും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് ബയാസിനെ തന്നെയാണ്. അമേരിക്കയിൽ ചിപ്പ് സ്റ്റോക്കുകളാണ് ഇന്നലെ വീണ്ടും അമേരിക്കയിൽ മുന്നേറിയിട്ടുള്ളത്. എൻവിഡിയ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തു. എൻവിഡിയയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.76 ട്രില്യൺ ഉയർന്നിട്ടുണ്ട്. മൈക്രോസോഫ്റ്റും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തു. മൈക്രോസോഫ്റ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.66 ട്രില്യൺ ആയിട്ട് ഉയർന്നിട്ടുണ്ട്. എൻവിഡിയയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അടുത്ത 1-2 വർഷത്തിലുള്ള $6 ട്രില്യൺ ആയിട്ട് ഉയർന്നാണ് പറയുന്നത്. ഒപ്പം സ്റ്റോക്ക് പ്രൈസ് $250-260 പെർ ഷെയർ വരെയൊക്കെ ഉയർന്നു പറയുന്നു. ചിപ്പ് റിലേറ്റഡ് മറ്റ് കമ്പനികൾ ഇന്നലെ മുന്നേറിയിട്ടുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണം അമേരിക്കൻ കോർപ്പറേറ്റുകൾ AI അഡോപ്ഷൻ 9.2% ആയിരിക്കുകയാണ്. Q2 എൻഡ് ചെയ്യുമ്പോൾ Q1 7.4% ആയിരുന്നു. 2024 അത് 5.7% ആയിരുന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും വളരെ ഫാസ്റ്റായിട്ടാണ് AI അഡോപ്ഷൻ നടക്കുന്നത്. 20 വർഷം എടുത്തു. ഇ കൊമേഴ്സ് കമ്പനികളിൽ 10% അഡോപ്ഷന് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും ഈ ന്യൂസ് AI രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. മൈക്രോസോഫ്റ്റാണ് ഏറ്റവും കൂടുതൽ AI ടൂളുകളൊക്കെ യൂസ് ചെയ്യുന്നത്. കസ്റ്റമർ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് സർവീസസിന് വേണ്ടി യൂസ് ചെയ്യുന്ന 80% AI ടൂളുകൾ, 80% കസ്റ്റമർ സർവീസ് AI ടൂളുകളെ കൊണ്ടാണ്. അതോടൊപ്പം തന്നെ അവരുടെ കോഡിങ് 30% AI ടൂളുകളെ കൊണ്ടാണ്. മറ്റു പല കോർപ്പറേറ്റുകൾ ഇത്തരത്തിലുള്ള വലിയ AI അഡോപ്ഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും AI ചിപ്പുകൾ ഉണ്ടാക്കുന്ന, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ചിപ്പുകൾ ഉണ്ടാക്കുന്ന, മറ്റ് ടൂളുകൾ ഉണ്ടാക്കുന്ന കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവാണ് ഈ ന്യൂസ് ഫ്ലോസ്. ഇന്ത്യയിലുള്ള സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ്ങിലേക്ക് ഇറങ്ങിയിട്ടുള്ള CG പവർ പോലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ലോങ് റണ്ണിലേക്ക് AI അഡോപ്ഷൻ വലിയ രീതിയിൽ ഗ്ലോബലി സ്പ്രെഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ലഭിക്കാൻ പോകുന്ന ചിപ്പ് കമ്പനികൾക്കാണ് ഫസ്റ്റ്. അതിനുശേഷമാണ് മറ്റ് റിലേറ്റഡ് കമ്പനികൾക്കും ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ന്യൂസ് ഫ്ലോസ് പൊതുവെ ടെക്നോളജി സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ അമേരിക്കയിലെ കമ്പനികളുടെ Q2 പെർഫോമൻസ്, പ്രോഫിറ്റ് പെർഫോമൻസ്, ടെക്നോളജി കമ്പനികൾ 12% ഏണിങ്സ് ഗ്രോത്ത് കാണിക്കുന്നതാണ്. ഈ ന്യൂസും അമേരിക്കയിൽ പൊതുവെ ടെക്നോളജി രംഗത്ത് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിന് ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ സ്ലൈറ്റ്ലി വീക്കായിരുന്നു. അതേസമയം എല്ലാ ഏഷ്യൻ മാർക്കറ്റുകളും ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. കമോഡിറ്റി നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ഗോൾഡ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിലും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. $3,340 പെർ റൗണ്ട്സിനാണ് സ്പോട്ട് ഗോൾഡ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. മറ്റെല്ലാ കമോഡിറ്റികളും ഇന്ന് ബെറ്റർ ആയിട്ട് തന്നെയാണ് ഗ്ലോബൽ മാർക്കറ്റുകളിൽ ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ റിലയൻസ് ഇൻഫ്ര 600 കോടി രൂപയുടെ ഡിഫൻസ് അമുനേഷൻസ് ജർമ്മനിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ഓർഡർ ബാഗ് ചെയ്തിരുന്നു റെയിൻ മെറ്റലിൽ നിന്നാണ്. ഈ കമ്പനിയായിട്ട് ഓൾറെഡി റിലയൻസ് ഇൻഫ്ര ഒരു ടൈപ്പ് വന്നിട്ടുണ്ട്. വലിയ ഗ്രീൻഫീൽഡ് ഡിഫൻസ് മാനുഫാക്ചറിങ് സെൻറ്റർ മഹാരാഷ്ട്രയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ്. ആ പ്രൊജക്റ്റിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ഓർഡറും കൂടിയാണ്. NSE കോലൊക്കേഷൻ കേസസ് CBI സെറ്റിൽ ചെയ്തിട്ടുണ്ട്. 1388 കോടി രൂപയുടെ ഫൈൻ അടച്ചിട്ട്. അപ്പോൾ NSEയുടെ IPOയ്ക്കുള്ള അപ്രൂവൽ അടുത്ത ദിവസങ്ങളിൽ കിട്ടിയേക്കാം. ഇപ്പോൾ 2,400-2,450 രൂപ പെർ ഷെയറാണ് ഗ്രേ മാർക്കറ്റ് NSE കോട്ട് ചെയ്യുന്നത്. സോണ കോംസ്റ്റാർ ഇപ്പോൾ അമേരിക്കനെയാണ് മേജറായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. യൂറോപ്പും അമേരിക്കൻ കമ്പനികളാണ് മേജറായിട്ട് ഈ രാജ്യങ്ങളിലേക്കാണ് മേജറായിട്ട് എക്സ്പോർട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ട്രെൻഡ് മാറ്റാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. കാരണം താരിഫ് ഇഷ്യൂ വന്നതിന് ശേഷം ചൈന, ഇന്ത്യ, ജപ്പാൻ ഈ രാജ്യങ്ങളിലേക്കൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോവാണ്. സോണ BLWനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ചിരുന്നു. അറ്റ് എവരി ഫാളിൽ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങാവുന്ന ഒരു സ്റ്റോക്കാണ്. അടുത്ത 1-2 വർഷത്തിനുള്ള ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ഔട്ട് പെർഫോം ചെയ്യാൻ പോകുന്ന ഒരു ഡൈവേഴ്സിഫൈഡ് ഫൈനാൻഷ്യൽ സെക്ടർ സ്റ്റോക്കാണ് ജിയോ ഫൈനാൻഷ്യൽ സർവീസസ്. ടെക്സ്മാക്കോ റെയിലിന് കാമറൂണിൽ നിന്ന് 535 കോടി രൂപയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. 560 വാഗൺസ് സപ്ലൈ ചെയ്യാനാണ്. ഒരു പക്ഷേ അടുത്ത 5 വർഷത്തിനുള്ളിൽ വീണ്ടും വലിയ രീതിയിലുള്ള ഓർഡേഴ്സ് ഈ കമ്പനിക്ക് കിട്ടുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഒപ്പം 20 ഇയർ AMCയും ലഭിച്ചിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ്.
ഓർഡർ ബാക്കിംഗ് ന്യൂസ് ഫ്ലോസ് ഉള്ള കമ്പനികൾ DCS സിസ്റ്റംസ്, അതോടൊപ്പം തന്നെ ഉരാവി ഡിഫൻസ് ആൻഡ് ടെക്നോളജി ലിമിറ്റഡ് ഒരു അക്വിസിഷൻ നടത്തിയിട്ടുണ്ട്. ബാലാജി അമീൻസ് അവരുടെ ഐസോപ്രൊപ്പൈൽ അമീൻ പ്ലാന്റിൽ നിന്നുള്ള കമേഴ്സ്യൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. മറ്റു കമ്പനികൾ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ളത് തേജാസ് നെറ്റ്വർക്ക്, ASK ഓട്ടോമോട്ടീവ്, JSW എനർജി സ്റ്റോക്കുകളൊക്കെയാണ്. ഒപ്പം നമ്മൾ മറ്റ് IPO ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ HDB ഫിനാൻഷ്യൽ സർവീസസ് 33% ഫസ്റ്റ് ഡേ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. ഓവർ സബ്സ്ക്രിപ്ഷൻ അടുത്ത 1-2 ദിവസത്തിനുള്ള ഓവർ സബ്സ്ക്രിപ്ഷൻ ആവുമെന്നുള്ള റിപ്പോർട്ടുകളാണ്. ഒപ്പം ഗ്ലോബ് സിവിൽ പ്രൊജക്റ്റ് 16.73 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ നേടിയിട്ടുണ്ട്. ഈ 2 കമ്പനികളാണ് മെയിൻ ബോർഡ് IPOയിൽ അറ്റൻഷൻ നേടുന്നത്. SME IPOയിൽ ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ പാർട്ടിസിപ്പേഷനാണ് ഫസ്റ്റ് ഡേ ഒക്കെ കണ്ടിട്ടുള്ളത്. പക്ഷേ അടുത്ത ദിവസങ്ങളിൽ അത് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന നിഫ്റ്റി വീണ്ടും നല്ല രീതിയിൽ മുന്നേറുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. കഴിഞ്ഞ പോഡ്കാസ്റ്റുകളെല്ലാം തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നതാണ്. ജൂലൈ മാസത്തേക്കുള്ള റോൾ ഓവർ നോക്കുകയാണെങ്കിൽ ലോങ് പൊസിഷൻ റോൾ ഓവറാണ് കൂടുതൽ നടക്കുന്നത്. ഒപ്പം ജൂലൈ സെക്കൻഡ് വീക്കോട് കൂടിയിട്ട് Q1 റിസൾട്ടുകളും വന്നു തുടങ്ങും. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മാർക്കറ്റിലുണ്ടാവാം. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ദീപാവലിക്ക് മുമ്പ് നിഫ്റ്റിയും സെൻസസും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററി അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.